ജില്ലാ കമ്മിറ്റികളിൽ ആ രീതിയിലുള്ള വിമർശനമുണ്ട്. ഗോവിന്ദമാഷിനെതിരെയുള്ള വിമർശനമുണ്ട്. ഇന്നിപ്പോൾ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്ന തോൽവിയിൽ നിന്ന് പിണറായിക്കും ഗോവിന്ദനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ചർച്ച ജില്ലാ കമ്മിറ്റികളിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് PK ശ്രീമതി ടീച്ചർക്ക് അറിയില്ല. കാരണം ഞാൻ പങ്കെടുത്തിട്ടില്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ ഞാൻ കാണുന്നുണ്ടെന്നുള്ളതല്ലാതെ തീർച്ചയായിട്ടും പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഉയർന്നു വരുന്ന വിമർശനം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്, വിമർശനം ഉണ്ടാകും എന്നല്ലാതെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനം എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇനിയിപ്പം ഞങ്ങളെ പാർട്ടി പരിശോധന നടത്തേണ്ട സമയമാണോ? ഞങ്ങൾ പരിശോധന നടത്തുമെന്ന് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. പരിശോധന നടത്തും, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും. പൂർവാധികം കരുത്തോടുകൂടി കേരളത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസം, നിങ്ങൾ ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്കതിനെ സംബന്ധിച്ച് യാതൊരു ഭയവുമില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അത് വീണ്ടും ചർവിതകർമ്മമാക്കേണ്ട ഒരു കാര്യമില്ല. പാർട്ടിയുടെ മൊത്തത്തിലുള്ള തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടോ ചില സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ? അല്ല, ഈ തിരിച്ചടിക്കുള്ള കാരണങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കേ പറയാൻ പറ്റൂ. PK ശ്യാമള വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ?